അസ്സലാമലൈക്കും ചങ്ങന്മാരെ, ഞാൻ നിങ്ങളെ സ്വന്തം. അപ്പം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു NSS ക്യാമ്പിനാണ്. അതും മെനപ്പോയ കോളേജിൽ നിന്നാണ് എൻ്റെ ഫസ്റ്റ് NSS ക്യാമ്പ് സ്റ്റാർട്ടാവുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന്. അപ്പം ഞാൻ ഇവിടെ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതൊക്കെ ക്യാമ്പിന് കൊണ്ടുപോകാനുള്ള എന്തൊക്കെ കുന്തറാണ്ട സാമഗ്രികളാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ട് കണ്ടോ, ഇതൊക്കെ ക്യാമ്പിന് എന്തൊക്കെ ഉണ്ട്. നമ്മളെ ബാഗും സംഗതി ഇവിടെ ഉണ്ട്. ബാഗ് കുറേ ആൾക്കാർ പോയിട്ടുണ്ട്, ബസ് വന്നിട്ടുണ്ട്. അപ്പം ബസ്സിക്ക് ചെന്ന് നോക്കട്ടെ. നമ്മൾ ബാഗ് എടുത്തിട്ട് ഇങ്ങനെ വലിയൊരു ബാഗിൽ എന്തൊക്കെയോ ഉണ്ട്. എന്താ കാട്ടേണ്ട ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഫസ്റ്റ് ടൈമാണ് ഒരു ക്യാമ്പിന് പോണത്. പോവാ, ബാഗ് എടുത്ത് പോവാ. കാർത്തി പോണില്ലേ? കാർത്തിയെ എന്താ ഇറങ്ങി പോയിക്കൂടെ? അപ്പുറത്തെ ഒരു ബസ് ഉണ്ട് നമ്മളത്. ഇതാണ് സ്കൂൾ. സ്കൂളിന് അങ്ങോട്ട് വീഡിയോ നടക്കാനില്ല. അപ്പോൾ ക്ലാസ് ഇറക്കുന്നുണ്ട്. അടിട്ടു ഇത് നമ്മൾ വന്നൊരു ബസ്സും കൂടി ഇത് കേട്ടോ. 2 ബസ് ടോട്ടൽ വന്നത്. ലോഡൊക്കെ എടുത്തിട്ട് സ്കൂൾക്ക് കയറാണ്. ഇത് ഞാൻ വന്നത് 2ാമത്തെ ബസ്സിൽ കാര്യമൊന്നുണ്ടായില്ല. ഇതിലാണ് സ്കൂള്. ഈ സ്കൂൾക്കാണ് നമ്മൾ ലോഡ് എടുത്തിട്ട് കയറുന്നത്. ഇതാണ് ഇവിടെ ഫുള്ളും ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇതുണ്ട്. ഹായ് മാഡം. ഇപ്പോൾ ഇവിടെ വെക്കണത് ടീച്ചറിനാണ്. എവിടെ വെക്കാം? ടീച്ചറിൻ്റെ എല്ലാവരും ഇതാ സ്കൂളിൻ്റെ സ്റ്റേജിൻ്റെ അവിടെ ഉണ്ട്. സ്കൂളിൽ ക്ലാസ് നടക്കുന്നുണ്ട്. ഏതൊരു കുട്ടി സ്കൂളാണ് സംഗതി. നമുക്ക് നമ്മളവിടെ സ്റ്റേജിൻ്റെ അവിടെ പോയി കാരണം എത്ര പറഞ്ഞാലേ അത് കിട്ടി. എക്സാക്ട് എന്താണ് ഇവിടെ എന്താ പഠിക്കാൻ പറഞ്ഞ? എന്താ പഠിക്കാത്ത? ഞാൻ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തേ പാട്ട് പഠിക്കാൻ പറഞ്ഞിട്ട് നോക്കട്ടെ. സോങ് പഠിക്കാൻ പറഞ്ഞിട്ട് എന്താണ്? നാഷണൽ ഗാനത്തിൽ എന്താണ്? NSSന്റെ നാഷണൽ ഗാനം. പാട്ട് പഠിക്കണ്ടേ? നീ പഠിക്കണില്ലേ? പഠിക്കടാ. उड़े समाज के लिए उड़े उड़े जगे सरास के लिए जगे जगे स्वयं सदैव सुंदरा सवार दे സ്വയം സജീവ സുന്ദര സവാർ. ഇത്ര പഠിച്ച ഒരാൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. വേറെ ആരും പഠിച്ചിട്ടില്ല. എല്ലാവരും പഠിക്കുന്ന. അനു എവിടെടാ വല്ല കാര്യമായിട്ടാ പഠിച്ചാ? ഓ അനക്കഷ്ട പണി നേരത്തെ തുടങ്ങിയല്ലേ? പണി ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റേജിൻ്റെ ക്ലീനിങ്. അങ്ങ് വരച്ചടിച്ചേരി കൂട്. ഫുള്ളും അടിച്ചതിന് ശേഷം വെള്ളം കൊണ്ട് ക്ലീനാക്കുന്ന ഫുള്ളായിട്ട്. എന്താല്ലേ ഇനി പണി വരുന്നുണ്ട്. അവറാച്ചാന്ന് പോലെ പറയുന്നേ ഒന്നല്ലോ പണി. സ്കൂളിട്ടെ ഓടുന്ന കോളേജ് എത്തിയേ. പഴയതെന്താ ഓർമ്മ? മേഘടിക്കാൻ വേണ്ട. നമ്മളൊക്കെ ചെന്നങ്ങനെ പാടാൻ കയ്യാൻ കാത്തിക്കുക. പിള്ളേർന്ന് ഓടില്ല, ഉഷാറില്ല. ചെക്കന്മാർ കഷ്ടപ്പെട്ട് സാധനം കൊണ്ടുവിടും. അടുത്തോ ബ്ലോഗിനായിട്ട് നിൽക്കുന്ന. ഇത്ര ആത്മഹത്യ പണി വീട്ടിലാരും എടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ NS ക്യാമ്പിന് വരുമ്പോൾ എല്ലാവരും എടുക്കും. എന്താല്ലേ? പൊങ്ങട്ടെ. നീ NS ക്യാമ്പിന് വന്നിട്ട് വർക്ക് ചെയ്യണേ. നിൻ്റെ അമ്മയൊക്കെ ഒന്ന് കാണട്ടെ. വീട്ടിൽ പറഞ്ഞാൽ അടിച്ചു തരാത്ത കുട്ടി NS ക്യാമ്പിനൊക്കെ വന്നിട്ട് ചെക്ക അടിച്ചാരോ മതി ഫുള്ളും. ചെങ്ങമര നല്ല മഴ വരുന്നുണ്ട്. മഴക്കാരാണ് മൂടിക്കുന്നത്. നമ്മളെ ലക്കൊക്കെ നല്ല ചൂടത്ത് വന്നിട്ട് നല്ല ചൂട് ഇങ്ങനെ കൊണ്ട് നിൽക്കുമ്പോൾ വൈകുന്നേരം ടൈമാകുമ്പോൾ ഒരു മഴ കാറമൊക്കെ മൂടി നിൽക്കുന്നുണ്ട്. മൂടാവും. മഴ ഇത് കുറച്ച് കോഴികളുണ്ട് മഴയത്ത്. ഇപ്പം നല്ല മഴ പെയ്തതേ ഓർമ്മയുള്ളൂ. നായിൻ്റെ മക്കൾ അതിൻ്റെ മുകളിൽ കയറി ഒത്തണ്ടടാ. അത്രയും വൃത്തിയാക്കി എന്തായി? വെറുതെ നല്ല മഴ ഇപ്പം.
എന്തോരം ചെങ്ങന്മാരെ നമ്മളെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞു. കുറച്ച് പാട്ടും സംഗതി ഉണ്ടായിരുന്നു. മറ്റേ അന്താശ്ശേരി എന്താ കളിച്ച് അതും കഴിഞ്ഞിട്ട് ഫുഡും കഴിച്ചു. ഫുഡ് എന്താ ഉണ്ടച്ചോറുണ്ടായിരുന്നു, അതുപോലെ ഇതുണ്ടായിരുന്നു കറി, സാമ്പാർ കറി ഉണ്ടായിരുന്നു, അതുപോലെ ക്യാബേജ് ഉപ്പേരി. അതും കഴിച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആണ്. രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഫോൺ ആകെ 15 മിനിറ്റ് തരുന്നുള്ളൂ ആകെ ഉപയോഗിക്കാൻ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ ആവാണ്. അപ്പോൾ നാളത്തെ വിശേഷം വീണ്ടും കാണാം. ടാറ്റാ ബൈ.